നമ്മൾ തുടങ്ങി. देखिए कुछ फर्स्ट अर्थ है द मीनिंग. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की. कोशिश ना परिश्रम, ट्राई, कोशिश परिश्रम. कोशिश परिश्रम. कोशिश की बेटे दीमകം हमारा स्वाभाविक आहार नहीं. സ്വാഭാവിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ എന്നുള്ളതിന് ആഹാരം എന്ന് പറഞ്ഞാൽ ആഹാരം തന്നെ, ഫുഡ് നമുക്കറിയില്ല. ഇപ്പൊ മലയാള വാക്ക് തന്നെയാണ്, അപ്പൊ അത് എഴുതാണ്ടാവില്ല. ആഹാരം എന്ന് പറഞ്ഞാൽ ആഹാരം, ഫുഡ്. दीमകം हमारा स्वाभाविक आहार नहीं और उनके लिए अपने पंख നമ്മൾ എഴുതിയതാ തോന്നുന്നുണ്ട്. പങ്ക് എഴുതിയില്ലേ? പങ്ക് പറഞ്ഞാൽ തൂവല്, ചിറക് എന്നൊക്കെ അർത്ഥം. വിങ്, ഫെദർ എന്നൊക്കെ അർത്ഥം. പങ്ക്. അപ്പിനെ പങ്ക് തോ ഹർഗിസ്. ഹർഗിസ് എന്ന് പറഞ്ഞാൽ നെവർ. ഹർഗിസ് പറഞ്ഞാൽ ഒരിക്കലും. ഹർഗിസ്. ഹർഗിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपने मुंह दूसरी ओर कर लिया. उसे जमीन पर उतर कर, जमीन എന്താ ജമീന്റെ അർത്ഥം പഠിച്ചാണ് നമ്മൾ എഴുതിയാ തോന്നുന്നു അല്ലെ? ജമീൻ, ഫ്ലോർ അല്ലെങ്കിൽ എർത്ത്. ജമീൻ. जमीन पर उतर कर, उतरना टू गेट डाउन, उतरना टू गेट डाउन. उतरना टू गेट डाउन. ഇറങ്ങ എന്നർത്ഥം. ഇറങ്ങുക എന്നർത്ഥം. ഉത്തർന, ഗെറ്റ് ഡൗൺ. ദീമകം ഗാനയ്ക്ക് ഛട്ട്. ഛട്ട് എന്ന് പറഞ്ഞാല് എന്താണ്? ഹാബിറ്റ്, ശീലം എന്നർത്ഥം. ഛട്ട്, ഹാബിറ്റ്, ശീലം. ഛട്ട്, ശീലം. छट लग गई. अब उसे न तो दूसरे कीड़े अच्छे लगते. കീട നമ്മൾ പറഞ്ഞാണ് പഠിച്ചതാണ് പുഴുക്കള്, കീടങ്ങള്, പ്രാണികൾ, ഇൻസെക്ട് അല്ലെ? ഇൻസെക്ട് അല്ലെങ്കിൽ വോം. കീടങ്ങൾ, പുഴുക്കൾ. ഫൽ, ഫൽ അറിയല്ലോ? ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്, പഴവർഗ്ഗങ്ങള്. ഫൽ. ഫ്രൂട്ട്. അനാജ് കെ ദാന്യ. അനാജ് കെ ദാനെ, ധാന്യങ്ങള് അല്ലെങ്കിൽ അനാജ്. അനാജ് എന്ന് പറഞ്ഞാൽ ധാന്യം, ഗ്രെയിന് എന്ന് പറയാം. അനാജ്, ഗ്രെയിൻ, ധാന്യം. അനാജ് കെ ധാന്യ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഫുഡ്, ഗ്രെയിൻ, ഫുഡ് ഗ്രെയിൻ. അനാജ് കെ ധാന്യ. ദീമകം കാ ഷൗക്ക്. ഷൗക്ക് നമ്മൾ പഠിച്ചാണ് ഇൻട്രസ്റ്റ് അല്ലേ? ഷൗക്ക്, ഇൻട്രസ്റ്റ് നമ്മൾ പഠിച്ചാണ്. താല്പര്യം, രുചി, അഭിരുചി. എത്രാമത്തെ പേരാണല്ലേ? ഫസ്റ്റ് പാരഗ്രാഫ്, പേജ് നമ്പർ 19. 19ാമത്തെ പേജില്
ലേക്കിൻ എന്നുള്ള പാരഗ്രാഫിലെ അവസാനത്തെ വരി, ലേക്കിൻ എന്ന പാരഗ്രാഫിലെ അവസാനത്തെ വരി. ഓക്കെ, അടുത്തത് ഹാവി ഹോന. ഹാവി ഹോന, ഹാവി ഹോന നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഹാവി ഡോമിനേറ്റ്, ഹാവി ഡോമിനേറ്റ് നമ്മൾ പഠിച്ചാണ്. എന്നാൽ ആധിപത്യം അല്ലേ? മേൽക്കോയ്മ എന്നൊക്കെ പറയില്ല നമ്മള് മലയാളത്തില്, മേൽക്കോയ്മ, ആധിപത്യം എന്നൊക്കെ പറയും. അതന്നെയാണ് ഡോമിനേറ്റ് എന്ന് പറഞ്ഞേ. ഹാവി, ഹാവി ഹോന. ഹാവി ഹോന മേൽക്കോയ്മ അല്ലെങ്കിൽ ആധിപത്യം, അതിന് ഇംഗ്ലീഷാണ് പറയുന്നത് ഡോമിനേറ്റ്. लेकिन ऐसा कितने दिनों तक चलता? उसके पंगों की संख्या लगातार, लगातार തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ്ലി, लगातार തുടർച്ചയായിട്ട്, लगातार തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ്ലി. लगातार गढ़ती चली गई. गढ़ती, ഗഡ്ന എന്ന് പറഞ്ഞാൽ കം ഹോന എന്നർത്ഥം, കുറയുക, ഡിക്രീസ്. ഡിക്രീസ്, കുറയുക, ഗഡ്ന. गढ़ती चली आ गई. अब वह ऊंचाइयों पर अपना संतुलन, संतुलन ना बैलेंस, संतुलन बैलेंस, संतुलन बैलेंस, हाँ संतुलनावस्था, संतुलन बैलेंस. സന്തുലൻ സാധൻ എന്ന് പറഞ്ഞാല് ബാലൻസ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ടു കീപ് ബാലൻസ്, ടു കീപ് ബാലൻസ് എന്നാണ് സാധന അതിന്റെ കൂടെ ചേർത്തിരിക്കുക. സന്തുലൻ സാധന, ടു കീപ് ബാലൻസ്, സന്തുലനാവസ്ഥ ബാലൻസ് ചെയ്യാം. സന്തുലനാവസ്ഥ ബാലൻസ് ചെയ്യണം, സന്തുലനാവസ്ഥ നിലനിർത്തുക എന്നർത്ഥം, സന്തുലനം നിലനിർത്തുക. ന ബഹുത് സമയ തക് പങ്കു സെ സഹാര, സഹാര എന്ന ഹെൽപ്പ്, സഹാര ഹെൽപ്പ്. അതിന്റെ വേറെ വാക്കാണ് സഹായത കർണ, അല്ലെങ്കിൽ സഹായത ദേന. സഹാര ദേന എന്നുള്ളതിന്റെ വേറെ ഹിന്ദി വാക്ക് സഹായത ദേന അല്ലെങ്കിൽ മദത് ദേന എന്നൊക്കെ പറയും. സഹായത ദേന, മദത് ദേന. ഓക്കെ, സഹാര ദേ സക്തേ थे, ആ സഹായം. സഹായത എന്ന സഹാര എന്ന് പറഞ്ഞാൽ സഹായം, ഹെൽപ്പ്. ആകാശയാത്ര കെ ദൗരാൻ, ആകാശയാത്ര നമുക്കറിയില്ല എന്താ, ആകാശയാത്ര തന്നെ. ദൗരാൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നർത്ഥം, ഇൻ ബിറ്റ്വീൻ എന്നർത്ഥം. ദൗരാൻ ഇടയിൽ, ഇൻ ബിറ്റ്വീൻ. ബീച്ച് മേം എന്നർത്ഥം ദൗരാൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ആകാശയാത്രക്കിടയിൽ എന്നർത്ഥം. ആകാശയാത്ര ആകാശയാത്രന്, പിന്നെ ദൗരാൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ. ആകാശയാത്ര ദൗരാൻ ഉസേ ജൽദി ജൽദി പഹാടി ചട്ടാന്, ചട്ടാൻ എന്ന് പറഞ്ഞ പാറ, റോക്ക് എന്ന് പറയും ഇംഗ്ലീഷില്. ചട്ടാൻ പാറ. ചോട്ടി, ചോട്ടി നമ്മള് പഠിച്ചത് വാക്കാണ്. ഞാൻ അപ്പൊ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്.
പേജ് നമ്പർ ഇപ്പോഴും കണ്ടില്ലേ? പേജ് നമ്പർ 19. വൈകി കയറിയ ആളുകളാണ്. പേജ് നമ്പർ 19. ചോട്ടി നമ്മൾ പഠിച്ച വാക്കാണല്ലോ. ആർക്കറിയാ? മഹ്മൂദ് ബക്കറിന് അറിയോ? പീക്ക്. യെസ്, വെരി ഗുഡ്. ഫാത്തിമ മേത്ത പറഞ്ഞു പീക്ക്. പീക്ക് സ്റ്റെക്ക് ആണ് കേട്ടോ. ഇവിടെ സ്റ്റെക്ക് ഒന്നും ഇല്ലല്ലോ. നാസിയ ഹമീൻ സ്റ്റെക്ക് ഉണ്ടോ? യെസ്. കൊടുമുടി ഇല്ല. യെസ്. ചോട്ടി എന്ന് പറഞ്ഞാൽ കൊടുമുടി നമ്മൾ പഠിച്ചാണ്. പീക്ക് എന്ന് പഠിച്ചാണ് അല്ലേ? ഇനി ഗുംബദ്. ഗുംബദിന്റെ അർത്ഥം നമുക്കറിയാം മിനാരം അല്ലെങ്കിൽ ഗോപുരം. ടോംബ് എന്ന് പറയും. ടോംബ്, TOMB, ടോംബ്, ടംബ് അല്ലേ? ഗോപുരം. അടുത്ത് ബുർജ്. ബുർജോം, ബുർജ്. ടവർ, വലിയ ടവർ, ബുർജ്. ടവർ, ബുർജ്. ബുർജോം पर ഹാഫ്തെ. ഹാഫ് എന്ന് പറഞ്ഞാൽ പാന്റ് എന്ന് പറഞ്ഞാൽ കിതക്കുക. കിതക്കുക. ടു പാന്റ്, PNT, പാന്റ്. കിതക്കുക എന്ന് പറയും. കിതക്കുക. ഹാഫിന കിതക്കുക. आफते हुए बैठ जाना पड़ता. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. वो बहुत पिछड़ जाता, फिर भी दीमक गाने का उसका शौक कम नहीं हुआ. दीमकों के लिए गाड़ी वाले को वो अपना पंग तोड़ तोड़ कर देता रहा. तोड़ना हमने പഠിച്ചതാണ് കണ്ടോ. ഉസ്കെ പിതാ, അവന്റെ പിതാവ്. അപ്പൊ നിങ്ങളെ പരീക്ഷയ്ക്ക് ഉണ്ടാവുമല്ലോ. പരീക്ഷയ്ക്ക് ഇതുപോലെ ഉണ്ടാവും. നിങ്ങളെ പരീക്ഷ കഴിഞ്ഞോ? ഹിന്ദി പരീക്ഷ കഴിഞ്ഞോ? ഹിന്ദി പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവാം. ശരിക്കും ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. അവിടെ എന്തുകൊണ്ട് കെ വന്നു എന്ന് ചോദിച്ചാൽ പിതാവിനെ ബഹുമാനിച്ചിട്ടാണ് അവിടെ കെ വന്നത്. നമ്മൾ ഇതിനു മുമ്പ് കാക്കേക്കിന്റെ പ്രയോഗത്തുന്നതിനും. അപ്പൊ ഞാൻ അങ്ങനെ ഇടക്കിടക്ക് ചോദിക്കണമെന്ന് വെച്ചാൽ ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഏക് ദിൻ, അങ്ങനെ ഒരു ദിവസം, ഉസ്കെ പിതാനെ ദേഖ് ലിയ, അവന്റെ പിതാവ് ഇത് കണ്ടു. ഏത് കണ്ടു? ഈ തൂവൽ അങ്ങോട്ട് കൊടുക്കുന്നതും ഈ ദീമകം ഇങ്ങോട്ട് വാങ്ങുന്നതും. ഇന്നലെ ഇതിന്റെ എക്സാം ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇതുപോലെ കാക്കേക്കിന്റെ പ്രയോഗം ഏതാണ്ടായില്ലേനാ? ഇല്ലേനാ? ഓക്കെ. അപ്പൊ നോക്കാം. ഉസ്കെ പിതാനെ ദേഖ് ലിയ, അവന്റെ പിതാവ് ഇത് കണ്ടു. ഉസ്നെ സംസാനക്ക് കോശിഷ് കി, അങ്ങനെ എന്ത് ചെയ്തു? അവൻ മനസ്സിലാക്കാൻ വേണ്ടി, സംസാനക്ക് മനസ്സിലാക്കാനുള്ള കോശിഷ് കി, പരിശ്രമം ചെയ്തു എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു. അയാള് അല്ലെങ്കിൽ ആ പച്ചിന്റെ വാപ്പ, അച്ഛൻ പച്ചി ഇവനെ മനസ്സിലാക്കാൻ വേണ്ടി, സംസാനക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കോശിഷ് കി, പരിശ്രമിച്ചു. കി എന്താ പറഞ്ഞത്? ബേഠേ, മോനെ, ദീമകേ ഹമാരാ സ്വാഭാവിക ആഹാർ നഹി. ഈ ദീമക് ഉണ്ടല്ലോ, ചിതല്, അത് നമ്മളുടെ ഒരു നാച്ചുറൽ ഫുഡൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മളെ സ്വാഭാവികമായുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഭക്ഷണമൊന്നുമല്ല. നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണയായുള്ള ഒരു ഭക്ഷണമൊന്നുമല്ല ഈ ചിതല്. പക്ഷികളുടെ ആഹാരമല്ല ചിതല്. ഓർ ഉൻകലിയെ, അവക്ക് വേണ്ടി. ഉൻകലിയെ, ഉൻകെ. അനന്യ പറഞ്ഞ. അനന്യ, നീ നിന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യ്. അനന്യ, എന്നിട്ട് പറയൂ, ഈ ഉൻകെ എന്നുള്ളത് ഏത് തമ്മിൽ ചേർന്നില്ല? ഏതാണ് സർവനാമം? ഉൻകെ എന്നുള്ളത് വേ. യെസ്, വെരി ഗുഡ്. വേണ്. അപ്പൊ അനന്യ പറഞ്ഞത് കറക്റ്റ് ആണ്. ഉൻകെ, വേ പ്ലസ് കെ. ഉന്ന് കണ്ടാൽ സർവനാമം ചോദിച്ചാല് വേ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായോ? വേ എന്നാണ് എഴുതേണ്ടത്. നാം ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമ്പോഴേ മനസ്സിലാവാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് കൂടിയാണ് പറയണേ. അപ്പൊ നോക്ക, അവിടെ നേരത്തെ നമ്മൾ ഉസ് കണ്ടാല്, ഉസ് കണ്ടാൽ സർവനാമം വഹു എന്ന് എഴുതണം. ഉന്ന് കണ്ടാൽ സർവനാമം വേ എന്ന് എഴുതണം. പരീക്ഷയ്ക്ക് ഉണ്ടാകും 90%.
ഉറപ്പ് തരാൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. ഉസ് കണ്ടാൽ സർവനാമ വഹ്, ഉന്ന് കണ്ടാൽ സർവനാമങ്ങൾ വേ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഉന്നാണ്. ഉൻകേലിയെ കേട്ടോ, ഓർ ഉൻകേലിയ അപ്ന പങ്കുത്തോ, അവക്ക് വേണ്ടി, ആ ദീമകൾക്ക്, ആ ചിതലുകൾക്ക് വേണ്ടി ഇനിന്റെ തൂവല് ഹർഗിസ് നഹീം ദിയാ ജാ സക്തേ, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. എന്തിനു വേണ്ടി? ചിതലുകൾക്ക് വേണ്ടി നീ നിന്റെ തൂവല് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് അച്ഛൻ പക്ഷി മകനായിട്ടുള്ള ഈ യുവാവായിട്ടുള്ള പക്ഷിനോട് പറഞ്ഞു. ഓക്കെ, ഒന്നുകൂടെ നോക്കിയാലോ. കുച്ച് ദിനോം തക്ക് ഐസാ ഹി ചത്തര, കുറച്ച് ദിവസത്തോളം അങ്ങനെ അങ്ങോട്ട് നടന്നുപോയി. എങ്ങനെ? ഇങ്ങനെ അർഗീസ് എന്നല്ല, ഒരിക്കലും ഇങ്ങനെ കൊടുക്കുക, വാങ്ങുക, ചിതല് ഇങ്ങോട്ട് വാങ്ങുക, തൂവല അങ്ങോട്ട് കൊടുക്കുക. ഇതിങ്ങനെ കുറച്ച് ദിവസത്തോളം തുടർന്നു. ഏക് ദിൻ, അങ്ങനെ ഒരു ദിവസം ഉസ്കെ പിതാനെ ദേഖിലിയ, അവന്റെ പിതാവ് കണ്ടു ഇത് ഇങ്ങനെ കൊടുക്കുന്നത് വാങ്ങുന്നൊക്കെ. ഉസ്നെ സംസാനേക്ക്, അവൻ അയാൾ ആ പക്ഷി മനസ്സിലാക്കാൻ വേണ്ടി കോശിഷ്കി, പരിശ്രമിച്ചു. ഈ തന്റെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. എന്താ പറഞ്ഞത്? ബേട്ടെ, മോനെ, ദീമകേ, ചിതലുകള്, ഹമാര സ്വാഭാവിക ആഹാർ നഹീം, ഹമാര സ്വാഭാവിക ആഹാർ നഹീം, നമ്മളുടെ സ്വാഭാവികമായ ആഹാരമല്ല, നമ്മളുടെ സ്വാഭാവികമായ ആഹാരമല്ല. മനസ്സിലായോ? ഞാന് അമാര എന്നുള്ളത് നിയ കെ പി പറഞ്ഞ അമാര എന്നുള്ളില്ല. നീ നിന്റെ വീഡിയോ ഒന്ന് ഓണാക്കിയാ. നിയ വീഡിയോ ഓണാക്ക്. നിയ കെ പി, വീഡിയോ ഓൺ കരോ. ഓക്കെ, ഇനി നീയ പറയോ. ഹമാര എന്നുള്ളില്ല സർവനാമ ഏതാന്ന് എനിക്കറിയോ? ഹമാര. ആ പറഞ്ഞോ. അൺമ്യൂട്ടാക്ക്. അൺമ്യൂട്ട് ആണല്ലേ? ഹം പ്ലസ് കെ ആണോ? ആ യെസ്, വെരി ഗുഡ്. ഹമാരെ ഹം പ്ലസ് കെ, ഹമാര ഹം പ്ലസ് കെ, ഹമ്മാണ് അതിന്റെ സർവനാമം. വളരെ നന്നായി, കറക്റ്റ് ആണ്. നീയ പറഞ്ഞത് കറക്റ്റ് ആണ്. ഹമ്മാണ് സർവനാമം അല്ലേ? ഹം പ്ലസ് ക ഹമാര, ഹം പ്ലസ് കെ ഹമാരെ, ഹം പ്ലസ് കി ഹമാരി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എളുപ്പമുള്ള മാർഗം ഞാൻ പറഞ്ഞത്, ഹമ്മ് കണ്ടാൽ ഹമ്മനാണ് ഇത് എഴുതേണ്ടത്. ഹം എന്ന് കണ്ടാൽ സർവനാമം ചോദിച്ചാല് ഹമ്മ് തന്നെ നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ഹമാര, അതിൽ ഹമ്മുണ്ടല്ലോ. ഹമാരെ, ഹമാരി. ഇനി ഹംകോ, ഹംപർ, ഹംസെ, ഹമ്മേ, ഹംനെ. കോപ്പർ സേ മേ ചേരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഹംകോ, ഹംപർ, ഹംസെ, ഹമ്മേ. അപ്പൊ അതിലൊക്കെ ഹമ്മുണ്ട്. ഹമ്മ് കണ്ടോ? എന്നാ നിങ്ങൾ സർവനാമം ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? ഹം എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ? യെസ്, നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസിനെ സമച്ചാനേക്ക് യോശിക്ക്, അങ്ങനെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. എന്ത്? ബേട്ടേ, മോനെ, ദീമകേ, ചിതലുകള്, ഹമാര സ്വാഭാവിക ആഹാർ നഹീം, നമ്മളുടെ സ്വാഭാവികമായ ആഹാരമല്ല, നമ്മളുടെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ആഹാരമൊന്നും അല്ല ഈ ചിതല് പക്ഷികളുടെ. ഓർ ഉൻകേലിയെ, അവക്ക് വേണ്ടി, അപ്പിനെ പങ്കുത്തോ ഹർഗിസ് നഹീം ദിയാ ജാ സക്തേ, തന്റെ തൂവൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അടുത്ത പാരഗ്രാഫ്. ലേക്കിൻ, എന്നാൽ, ഉസ് നൗജവാൻ പക്ഷീനെ, ആ യുവാവായ പക്ഷി, ഉസ് നൗജവാൻ പക്ഷീനെ, ആ യുവാവായ പക്ഷി, ബഡേ ഹി ഗർവ് സെ, വളരെ അഹങ്കാരത്തോടെ, ഗർവ്, പ്രൈഡ്, വളരെ അഹങ്കാരത്തോടെ, അപ്നാ മുഹ്, തന്റെ മുഖം, ദൂസരി ഓർക്കറിയ, മറ്റൊരു വശത്തേക്ക് തിരിച്ചു, മറ്റൊരു വശത്തേക്ക് മാറ്റി. അച്ഛന്റെ ഉപദേശമൊന്നും ഈ മകനായിട്ടുള്ള പക്ഷി കേട്ടില്ല.
അവൻ മുഖം തിരിച്ചു കളഞ്ഞു. അതാണ് മുഖം തിരിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവിടെ പറഞ്ഞു ലേക്കിൻ എന്നാൽ ഉസ് നൗജവാൻ പക്ഷിനെ, ആ യുവാവായ പക്ഷി ബഡേഹി ഗർവ് സെ വളരെ അഹങ്കാരത്തോടെ അപ്പിന മുഹ് തന്റെ വായ, തന്റെ മൗത്ത്, തന്റെ മുഖം, മുഹർണ മുഖം എന്നുള്ള അർത്ഥമുണ്ട്, മൗത്ത് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ ഫേസ് ആണ് ഉദ്ദേശിക്കുന്നത്. മുഹ് എന്ന് പറഞ്ഞാൽ ഫേസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. മുഖം ഞാൻ പറഞ്ഞ മുഹ് എന്ന് പറഞ്ഞാൽ വായ എന്നുള്ള അർത്ഥമുണ്ട് അല്ലെ, മൗത്ത് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ബഡേഹി ഗർവ്സെ വളരെ അഭിമാനത്തോടെ അല്ല വളരെ അഹങ്കാരത്തോടെ അപ്നാ മുഹ് തന്റെ മുഖം ദൂസര ഓർ കർലിയ മറ്റൊരു ഭാഗത്തേക്കാക്കി, മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു. ഉസേ ജമീൻ പർ ഉത്തർക്കർ അതിന് ഉസേ അതിന് ജമീൻ പർ ഉത്തർക്കർ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ദീമകയും ഗാനേക്ക് ഈ ചിതലുകൾ തിന്നാനുള്ള ഒരു ശീലം, ഒരു ഹാബിറ്റ് ലഗുകൈ ഉണ്ടായി പോയി. മനസ്സിലായോ? ഇതിന് ഈ പക്ഷിക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ചിതലുകൾ തിന്നാനുള്ള ഒരു ഹാബിറ്റ് ഉണ്ടായി, ഒരു ശീലം. ഞാൻ ചോദിക്കുന്ന ആള് പറയാം ഒരു ചോദ്യം. അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഉണർവ് ഉണ്ടാവുള്ളൂ അല്ലെ. ചോദിക്കാത്ത ആളുകളാണ്. ശിവാനി പറഞ്ഞ ശിവാനി ഓപ്പൺ യുവർ വീഡിയോ. ശിവാനി ഓപ്പൺ യുവർ വീഡിയോ. ആ ഇനി കേട്ടോ, ചോദ്യതാണ് ഗാനെ കീ ചട്ട്. ഈ ചട്ട് എന്നുള്ള വാക്ക് സ്ത്രീലിംഗ് ആണോ പുല്ലിംഗ് ആണോ? ശിവാനിയെ പറയൂ, പറയൂ. യെസ്, വെരി ഗുഡ്. എങ്ങനെ മനസ്സിലായി? ആ അതിന്റെ പുറത്ത് കീ ഉണ്ട്. വെരി ഗുഡ്. ശിവാനി പറഞ്ഞു വളരെ കറക്റ്റ് ആണ്. ഗാനെ കീ ചട്ട്, ചട്ട് എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്. നമുക്ക് എങ്ങനെ മനസ്സിലായി? അതിന്റെ പുറത്ത് കീ ഉണ്ട്. അതന്നെ കാക്കയ്ക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ, ഏകവചനാണോ ബഹുവചനാണോ ബഹുമാനാണോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. കണ്ടോ? അപ്പൊ ചട്ട് എന്നുള്ള വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് പുറത്ത് കീട്ടത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആവാത്തവരുണ്ട് ചോദിക്കണം കേട്ടോ. അതായത് ചട്ട് എന്നുള്ള വാക്ക് സ്ത്രീലിംഗ പുല്ലിംഗ നമുക്ക് കേട്ടറിയില്ല. ഒരു വേർഡ് അല്ലേ, ചട്ട് എന്നുള്ള ഒരു വേർഡ് എന്താ പറയാ, ഇങ്ങനെ ചട്ട്, ഇങ്ങനെ ഈ വേർഡ് എഴുതുക, ഇത് സ്ത്രീലിംഗ പുല്ലിംഗ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു അടയാളമില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ ജീവനുള്ള വസ്തുക്കളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവനുള്ള ഒരു വസ്തു നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആണാ പെണ്ണാ എന്നുള്ളത്, ജീവനുള്ളതാണെങ്കിൽ. പക്ഷെ ജീവനില്ലാത്ത ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക അത് എന്താണ് സ്ത്രീലിംഗ പുല്ലിംഗ എന്നുള്ളത്? അപ്പൊ അതിനൊരുപാട് നിയമങ്ങളുണ്ട്, അത് പഠിക്കാറില്ല. പക്ഷെ ആ നിയമങ്ങളൊന്നും പഠിച്ചാൽ തന്നെ അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് തൽക്കാലം ആ നിയമങ്ങളൊന്നും പഠിക്കണ്ട. പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുക, ഒരു വേർഡ് എടുത്തിട്ട് ചോദിക്കൂല. ഒരു വേർഡ് ഒരു സെന്റൻസ് തരും. ഒരു സെന്റൻസ് തന്നിട്ട് എന്നിട്ടാണ് ആ സെന്റൻസ് എന്നാണ് ആ വേർഡ് ചോദിക്കുക. ഈ വേർഡ് സ്ത്രീലിംഗ പുല്ലിംഗ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുള്ളൂ. മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു വേർഡ് തന്നുകാണ്ട് ആ വേർഡ് സ്ത്രീലിംഗ പുല്ലിംഗ എന്ന് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കൂല. മനസ്സിലായോ? പിന്നെ ഒരു സെന്റൻസ് തന്നിട്ടാണ് എന്നിട്ട് ചോദിക്കും ഈ വേർഡ് സ്ത്രീലിംഗ പുല്ലിംഗ. അപ്പൊ അതിന്റെ പുറത്ത് കീ ഉണ്ട്. കീ കണ്ടാ മനസ്സിലാക്കുക ഈ വേർഡ് എന്താണ് സ്ത്രീലിംഗാണ് എന്ന് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കല്. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കാം. ഉസേ ജമീൻ പർ ഉത്തർക്കർ, അതിനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ദീമകയും ഖാനെ കീ ചട്ട്, ചിതലുകൾ തിന്നാനുള്ള ഒരു ശീലം ലഘുകയറ്റി ഉണ്ടായിപ്പോയിരുന്നു. അതിന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ചിതലുകൾ തിന്നാനുള്ള ഒരു ശീലം, ഒരു ഹാബിറ്റ്, ഒരു സ്വഭാവം അതിന് വന്നുപെട്ടു. അപ്പൊ സേനത്തോ ദൂസരെ കീടച്ചലത്തെ ഇപ്പൊ അതിന് മറ്റു വസ്തുക്കളൊന്നും മറ്റു കീടങ്ങളൊന്നും ഒരു രുചിയില്ല. അതായത് ഈ പക്ഷിക്ക് പറക്കുമ്പോ കിട്ടണ ഇതുണ്ടല്ലോ ചെടികൾ അല്ല പ്രാണികള്, ഇതൊന്നും രുചിയില്ലാതായി, ടേസ്റ്റ് ഇല്ലാതായി. അതാ പറയുന്നത് താല്പര്യമില്ലാതായി, അച്ചലക്ത ഇഷ്ടമില്ലാതായി നോക്കാം. അബ് ഇപ്പോൾ ഉസേ അതിന് ഇന്നത്തോ ദൂസരെ കീടെ മറ്റു വസ്തുക്കൾ മറ്റു കീടങ്ങള് അച്ചലക്തെ ഇന്ന അച്ചലക്തെ ഇഷ്ടപ്പെടുന്നില്ല, താല്പര്യമില്ല. ഇന്നഫൽ പഴത്തിനോട് താല്പര്യമില്ല, പക്ഷികള് പഴം കൊത്തുന്നല്ലോ അല്ലെ, താല്പര്യമില്ല. ഇന്ന അനാജിക്ക തന്നെ ധാന്യമണികള് ഇതിനോടും താല്പര്യമില്ല. ആർക്ക്? ഈ പക്ഷിക്ക്, ഈ നവജവാൻ പക്ഷിക്ക്.
പക്ഷിക്ക് നെല്ല് കതിര അല്ലെങ്കിൽ ഗോതമ്പ് അങ്ങനെയുള്ള ധാന്യമണികൾ ഉണ്ടല്ലോ, അതിനോട് താല്പര്യമില്ല. പഴവർഗ്ഗങ്ങളോട് താല്പര്യമില്ല. പ്രാണികളോട് ഇപ്പൊ താല്പര്യമില്ലാതായി. ദീമകം ക ഷൗക്ക്, ചിതലുകളോടുള്ള താല്പര്യം. അബ് ഉസ് पर हावी हो गया था. ഇപ്പൊ അതിന് എന്താണ് അഡിക്റ്റായി കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അതിനെ ആധിപത്യം അതിന് സ്ഥാപിച്ചു കഴിഞ്ഞു, മേൽക്കോയ്മ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. മനസ്സിലായോ? ഹാവി ഹോന, അതിന്റെ അഡിക്റ്റ് ആയി കഴിയുക, അല്ലെങ്കിൽ അതിന് ആധിപത്യം ആയി കഴിയുക, അല്ലെങ്കിൽ അതിന് മേൽക്കോയ്മ ഉണ്ടായിരുന്നു. ഒന്നുകൂടി ആ പാരഗ്രാഫ് നോക്കണം. ലേക്കിൻ എന്നാൽ ഉസ് നൗജവാൻ പക്ഷിനെ, ആ യുവാവായ പക്ഷി, ബഡേ ഹി ഗർവ് സെ, വളരെ അഹങ്കാരത്തോടെ, ബഡേ ഹി ഗർവ് സെ, വളരെ വലിയ അഹങ്കാരത്തോടെ, അപ്നാ മുഹ്, തന്റെ മുഖം, ദൂസരി ഓർ ഖർലിയ, മറ്റൊരു ഭാഗത്തേക്കാക്കി മാറ്റി. വളരെ അഹങ്കാരത്തോടെ ആ പക്ഷി തന്റെ മുഖം തിരിച്ചു കളഞ്ഞു. ആരുടെ ഉപദേശം കേട്ടില്ല? പിതാവിന്റെ ഉപദേശം കേട്ടില്ല. ഉസേ ജമീൻ പർ ഉത്തർക്കർ, അതിന് ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട്, ധീമകേം ഖാനേക്ക് ചട്ട്, ചിതലുകൾ തിന്നാനുള്ള ഒരു ശീലം ലഗ്യത്തി ഉണ്ടായിരുന്നു. അതിന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ചിതലുകൾ തിന്നാനുള്ള ഒരു ശീലം പെട്ടുപോയി, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞിരുന്നു. അബു ഹുസൈനത്തോ ദൂസരക്കിടെ അച്ഛൻ ലഗ്തെ, ഇപ്പൊ അതിന് മറ്റു വസ്തുക്കളും മറ്റു പ്രാണികളും ഇഷ്ടമില്ല. അച്ചലിക്തന്റെ ഈ അച്ചലിക്തെ ഇഷ്ടമില്ലായിരുന്നു. നഫൽ, പഴങ്ങൾ ഇഷ്ടമില്ലായിരുന്നു. അനാജ് ധാന്യമണികൾ ഇഷ്ടമില്ലായിരുന്നു. ദീമഗോങ്ക ഷൗക്ക്, ചിതലുകളോടുള്ള ഷൗക്ക് ഉണ്ടല്ല, താല്പര്യമായ രുചി, അഭിരുചി, അല്ലെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ്. അബുസ് പർ ഹാവി ഹോ ഗയാ, ഇപ്പൊ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞു, അല്ലെ അതിന് മേൽക്കോയ്മ വന്നു കഴിഞ്ഞിരുന്നു. അതിനോടായിരുന്നു കൂടുതൽ താല്പര്യം. നെക്സ്റ്റ് പാരഗ്രാഫ്. ലേക്കിൻ എന്നാൽ, ലേക്കിൻ എന്നാൽ, ഐസാ കിത്തനെ ദിനോത്തേക്ക് ചലത്ത, അങ്ങനെ എത്ര ദിവസമാണ് പോയത്? അങ്ങനെ എത്ര ദിവസം ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു? ഉസ്കെ പങ്കോം കി സംഖ്യ, അതിന്റെ തൂവലുകളുടെ എണ്ണം, അതിന്റെ ചിറകിന്റെ എണ്ണം, ലഗാതാർ, തുടർച്ചയായിട്ട്, ഗഡ്തി ചലികയും, കുറഞ്ഞുപോയി. അങ്ങനെ ഓരോ ദിവസവും ഓരോ തൂവല് കൊടുത്താലേ പിന്നെ തൂവലിന്റെ എണ്ണം കുറയില്ലേ? അതെന്നോട് പറഞ്ഞേ. ഉസ്കെ പങ്കോം കി സംഖ്യ, അതിന്റെ തൂവലിന്റെ എണ്ണം, സംഖ്യ, എണ്ണം, ലഗാതാർ, തുടർച്ചയായിട്ട്, ഗഡ്തി ചലികയെ, കുറഞ്ഞുപോയി. തൂവലിന്റെ എണ്ണം ഇങ്ങനെ തുടർച്ചയായിട്ട് കുറഞ്ഞുപോയി. അബ് വഹ്, ഇപ്പോൾ അത്, ഊഞ്ചായോം പർ, ഉയരത്തിൽ, അപ്നാ സന്തുലൻ, തന്റെ ബാലൻസ്, സന്തുലനാവസ്ഥ, സാധനീയത, അതിന് സാധ്യമാകുന്നില്ല, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. മനസ്സിലാ? ആ സന്തുലനാവസ്ഥ നിലനിർത്താൻ സാധിക്കുന്നില്ല. സന്തുലനാവസ്ഥ, ബാലൻസ്, കാരണം രണ്ട് ചിറകും ഒരേപോലെ ആംഗിലിൽ ഇപ്പൊ പച്ചക്കില്ല. അതാണ് പറഞ്ഞത്. അപ്പിന സന്തുലൻ, സാധ്യതയും ശക്തത, തന്റെ സന്തുലനാവസ്ഥ സാധ്യമാകുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ, അത് ഒരുപോലെ മുന്നോട്ട് പോകുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, കേൾക്കണുണ്ടല്ലോ? കേൾക്കണുണ്ട്. ഓക്കെ. അപ്പിന സന്തുലൻ, അപ്പിന സന്തുലൻ, സാധ്യതയും ശക്തത, ഇന്ന ബഹുത്ത് സമയത്തൊക്കെ പങ്കുശ സഹാരദസെ, ഒരുപാട് സമയത്തോളം അതിന്റെ ചിറക് അതിന് സഹായിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പറക്കാന് അതിന്റെ ചിറക് അതിന് സഹായിക്കുന്നില്ല ഒരുപാട് സമയത്തോളം. കാരണം തൂവലിന്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞപ്പോ ചിറകിന് കട്ടി കുറഞ്ഞു, ചിറകിന് ശക്തി കുറഞ്ഞു. അപ്പൊ ഒരുപാട് സമയം പറക്കാൻ അതിനെന്തില്ല, സാധിക്കുന്നില്ല. ആകാശയാത്രക്ക് ദൗരാൻ, ആകാശയാത്രക്കിടയില് ഉസേ, അതിന് ജൽദി ജൽദി പഹാടി, വളരെ പെട്ടെന്ന് തന്നെ പർവ്വതങ്ങളില്, അതുപോലെ ചട്ടാനവും പാറകളിന്മേല്, അതുപോലെ പേടോങ്കി ചൊടിയാം, മരത്തിന്റെ ഏറ്റവും ടോപ്പ്, മരത്തിന്റെ ആ കൊടുമുടികളില്, ഗുംബദോം, ഗോപുരങ്ങളില്, അതുപോലെ ബുർജോംപർ, അല്ലെ മിനാരങ്ങളില്, അല്ലെ,
അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എന്താ പറയാ അതിങ്ങനെ കുറെ ദൂരം പോയി അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴേക്കും ആഫ്തേഹുയെ കിതച്ചിട്ട് ബഡ്ജാന അവിടെ ഇരിക്കേണ്ടതായി വരുന്നു. പക്ഷിക്ക് ഇങ്ങനെ ദൂരെ പറക്കാനൊന്നും ഇപ്പൊ കഴിയണില്ല, ഒരുപാട് സമയം പറക്കാൻ കഴിയില്ല. അങ്ങനെ ആകാശയാത്രക്കിടയിൽ അത് എന്ത് ചെയ്യണ്, പെട്ടെന്ന് പർവ്വതത്തിമലോ പാറമ്മലോ അതുപോലെ തന്നെ മരത്തിന്റെ കൊടുമുടിയിലോ അതുപോലെ തന്നെ ഗോപുരങ്ങളിലോ മിനാരങ്ങളിലോ ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചട് പറക്കുമ്പോഴത്തേന് കിതപ്പ് വരുന്നേ ആർക്ക്? ഈ പക്ഷിക്ക്. കുറച്ചൊന്ന് പറന്നു പോകുമ്പോഴേക്കും എന്ത് വരുന്നത്? കിതപ്പ് വരികയാണ്. എന്തോടെ കിതക്കാൻ കാരണം? ചിറകില്ല, അപ്പൊ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും അല്ലെ, ഇങ്ങനെ ശക്തി കൂടുതൽ കൊടുക്കുന്നു. അപ്പൊ എന്തില്ല, കിതക്കാൻ തുടങ്ങി. അങ്ങനെ കിതച്ചുകൊണ്ട് ചിലപ്പോ പാറമ ഇരിക്കണ്, ചിലപ്പോ പർവ്വതത്തുമ്മ ഇരിക്കണ്, ചിലപ്പോ മരത്തിന്റെ മേലെ ഇരിക്കണ്, അങ്ങനെ പരവർത്തി ഇരിക്കുന്നത് കുറെ പറന്നിന പക്ഷികളാണ്. അതാണ് അവിടെ പറഞ്ഞത്. അതാണ് ആകാശയാത്രക്കിടയിൽ. ഉസ്കെ പരിവാർ വാലെ തഥാ മിത്രി, അതിന്റെ കുടുംബക്കാരും അതിന്റെ കൂട്ടുകാരും ഊഞ്ചായി പർ തൈർത്തെ ഹുയെ, ഉയരത്തിൽ പറന്നിട്ട് ആകെ പഠിച്ചത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആകെ പഠന ടു ഗോ ഫോർവേഡ്, മുന്നോട്ട് പോകുന്നു. അതായത് ഈ പക്ഷികളുടെ കുടുംബക്കാരും ഈ പക്ഷിയുടെ കൂട്ടുകാരും ഒക്കെ എന്ത് ചെയ്യണം, നല്ല ഉയരത്തിൽ പറന്നിട്ട് ഇങ്ങനെ അവര് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ പക്ഷിയാണെങ്കിലോ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കുറച്ചാണ് പറക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കണം. ബഹുത്ത് പിച്ചടാ ജാത്ത, അത് വളരെ പിന്നിലാകുന്നു, പിന്നോട്ട് പോകുന്നു പക്ഷി. എന്തുകൊണ്ടാ പക്ഷി പിന്നോട്ട് പോകുന്നത്? തൂവല് നഷ്ടപ്പെട്ടത് കൊണ്ട് അല്ലേ? ആ പക്ഷി എന്ത് ചെയ്യുന്നു? പിന്നോട്ട് പോകുന്നു. ഫിർബി, എന്നിട്ടും ദീമക് ഗാനേക്ക ഷൗക്ക്, എന്നിട്ടും ചിതല് തിന്നാനുള്ള അതിന്റെ താല്പര്യം ഉണ്ടല്ലോ, സം നെഹിവ, കുറഞ്ഞില്ല. ചിതല് തിന്നാനുള്ള താല്പര്യം ഒട്ടും കുറഞ്ഞില്ല. അതിന്റെ തൂവല് പോയാലും വേണ്ടില്ല, ചിതല് തിന്നണം. ചിതല് തിന്നാനുള്ള താല്പര്യം ആ പക്ഷിക്ക് ഒട്ടും കുറഞ്ഞില്ല. ദീമകം കേലിയ ഗാഡി വാലേക്കോ പങ്ക് തോടുക്കർ ദേത്തരാ, അങ്ങനെ ചിതലുകൾക്ക് വേണ്ടി ദീമകം കേലിയ, ചിതലുകൾക്ക് വേണ്ടി ഗാഡി വാലേക്കോ, ആ വണ്ടിക്കാരന് അപ്പിന പങ്ക് തോടുക്കർ ദേത്തരാ, അത് തന്റെ ചിറക് അല്ലെങ്കിൽ തൂവല് പൊട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ? എന്തിനു വേണ്ടി? ഈ ചിതലുകൾക്ക് വേണ്ടിയിട്ട് ഈ വണ്ടിക്കാരന്, ആ കാളവണ്ടിക്കാരന് തന്റെ തൂവലുകൾ ഇങ്ങനെ പൊട്ടിച്ച് അല്ലെങ്കിൽ തോടിനെ പറിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടി ആ പേരപ്പോക്കല്. ലെക്കിൻ, എന്നാൽ കിത്തിനെ ദിനത്തേക്ക് ഇങ്ങനെ എത്ര ദിവസത്തോളം നടന്നു, എത്ര ദിവസത്തോളം ഇങ്ങനെ മുന്നോട്ട് പോയി? ഈ തൂവല് കൊടുക്ക, ചിതല് വാങ്ങുക, തൂവല് കൊടുക്ക, ചിതല് വാങ്ങുക, ഇത് എത്ര ദിവസത്തോളം? അതാണ് കിത്തിനെ ദിൻ ഐസ, അങ്ങനെ കിത്തിനെ ദിനത്തേക്ക് എത്രയോ ദിവസത്തോളം ചർത്ത ഇങ്ങനെ മുന്നോട്ട് പോയി. ഉസ്കെ പങ്കോം കി സംഖ്യ, അതിന്റെ പങ്കോം കി സംഖ്യ, തൂവലുകളുടെ എണ്ണം ലഗാതാർ ഗട്ടി ചലികയും, തുടർച്ചയായിട്ട് കുറഞ്ഞുപോയി. അതിന്റെ തൂവലുകളുടെ എണ്ണം തുടർച്ചയായിട്ട് കുറഞ്ഞുപോയി. അബ് വഹ്, ഇപ്പോൾ അത് ഊഞ്ചായിയൊപ്പം ഉയരത്തിൽ, അപ്പിന സന്തുലൻ സാധിനീസ്തേ, തന്റെ സന്തുലനാവസ്ഥ അതിന് നിലനിർത്താൻ സാധിക്കുന്നില്ല, തന്റെ ബാലൻസ് നിലനിർത്താൻ സാധിക്കുന്നില്ല, ബാലൻസ് സാധ്യമാക്കാൻ സാധിക്കുന്നില്ല, ബാലൻസ് ശരിയാക്കാൻ സാധിക്കുന്നില്ല. ഈ പക്ഷിക്ക്. കാരണം തൂവലൊക്കെ കുറെ നഷ്ടപ്പെട്ടു. ഇന്ന ബഹുത്ത് സമയത്തക്ക്, അതേപോലെ തന്നെ ഒരുപാട് സമയം വരെ പങ്ക് തൂവല് സഹാര ദേശത്തെ അതിന് സഹായം കൊടുക്കുന്നില്ല. തൂവല് ഒരുപാട് സമയം വരെ അതിന് സഹായം കൊടുക്കുന്നില്ല, അതിന്റെ ചിറക് അതിന് സഹായം കൊടുക്കുന്നില്ല. ഒരുപാട് സമയത്തേക്ക് എന്നാ പറക്കാൻ സഹായിക്കുന്നില്ല ചിറക്. ആകാശയാത്ര കേ ദൗരാൻ, ആകാശയാത്രക്കിടയിൽ, കേ ദൗരാൻ ഇൻ ബിറ്റ്വീൻ, ആകാശയാത്രക്കിടയിൽ, ഉസ്സെ അതിന്, ജൽദി പെട്ടെന്ന് തന്നെ, ജൽദി വളരെ വേഗത്തിൽ, പഹാടി ചട്ടാനവും പർവ്വതത്തുമുള്ള പാറമ്മല്, പേടോക്കി ചോട്ടിയാം മരത്തിലുള്ള കൊടുമുടികളില്, ഗുംബദോം അതുപോലെ തന്നെ എന്താ പറയാ ഗോപുരങ്ങളില്, ബുർജോം മിനാരങ്ങളില്, ആഫ്തേവിയ ബഡ്ജത്തെ കിതച്ച് ഇരിക്കേണ്ടതായി വരുന്നു. ഗോപുരങ്ങളിലും കുംഭതങ്ങളിലും അല്ലെങ്കിൽ മിനാരങ്ങളിലും
എല്ലായിടത്തും ഇങ്ങനെ കിതച്ചിരിക്കേണ്ടായി വരുന്നു. ഉസ്കെ പരിവാർ വാലെ, അതിന്റെ കുടുംബക്കാര് തഥാ അതുപോലെ തന്നെ മിത്ര കൂട്ടുകാരും ഊഞ്ചായിയോം പർ തൈർത്തെ ഹുയെ ആഗെ ബർത്തെ, ഉയരങ്ങളില് ഇങ്ങനെ പറന്നിട്ട് മുന്നോട്ട് പോകുന്നു. അതിന്റെ കുടുംബക്കാരും അതിന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഉയരങ്ങളില് പറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വഹ് ബൗത്ത് പിച്ചടെ ജാത്ത, അത് വളരെ പിന്നോട്ട് പോകുന്നു. ഫിർബി, എന്നിട്ടും ദീമക് ഗാനേക്കാ ഉസ്കാ ഷൗക്ക്, ചിതല് തിന്നാനുള്ള അതിന്റെ താല്പര്യം, ഷൗക്ക് താല്പര്യം, ഇൻട്രസ്റ്റ് കം നഹിവ, കുറഞ്ഞിട്ടില്ല. ചിതല് തിന്നാനുള്ള അതിന്റെ താല്പര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. ദീമകം കേലിയെ, ഈ ചിതലുകൾക്ക് വേണ്ടി, ഗാഡിവാലേക്കോ, ഈ വണ്ടിക്കാരന് അപ്പന പങ്ക്, അത് അതിന്റെ തൂവല്, തോടുക്കത്ര പറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ചിതലുകൾക്ക് വേണ്ടി അത് അതിന്റെ തൂവല് പറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഫിർ, പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ്. ഉസിനെ സ്വച്ഛ, അത് ചിന്തിച്ചു, പിന്നെ അത് ചിന്തിച്ചു. ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസൂൽ ഹെ, ആകാശത്ത് പറക്കല് വെറുതെ, ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ പറന്നിട്ട് എന്ത് കാര്യം, ഈ പച്ചി ചിന്തിക്കണേ. ഫിർ ഉസിനെ സ്വച്ഛ, ഫിർ അത് പിന്നീട് അത് ചിന്തിച്ചു. ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസൂൽ ഹെ, ആകാശത്ത് പറക്കൽ യൂസ്ലെസ് ആണ്, ഒരു ഉപയോഗമില്ല, വെറുതെയാണ്. വഹ് മുർക്കോം കാ കാം ഹെ, അത് ആരുടെ ജോലിയാണ്? മുർക്കോം കാ കാം ഹെ, വിഡ്ഢികളുടെ ജോലിയാണ്. എന്ത്? ആകാശത്ത് പറക്കല്. ഈ പക്ഷി ചിന്തിക്കണം, ആകാശത്ത് പറക്കല് വിഡ്ഢികളുടെ ജോലിയാണ്, അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. ഉസ്കി ഹാലത്ത് എത്തി, അതിന്റെ അവസ്ഥ ഇതായിരുന്നു. കണ്ടോ, ഹാലത്ത്, ഉസ്കി ഹാലത്ത്, അവിടെ കണ്ടോ, ഹാലത്ത് എന്നുള്ള വാക്ക് നമുക്ക് സ്ത്രീലിംഗ മനസ്സിലാക്കാം അല്ലെ, അതുകൊണ്ടാ ഉസ്കി വന്നു. അപ്പൊ അവിടെ ഉസ്കിക്ക് എന്തുകൊണ്ട് വന്നു? ഹാലത്ത് എന്നുള്ള വാക്ക് സ്ത്രീലിംഗ ആയതുകൊണ്ട് അല്ലെ. അപ്പൊ ഉസ്കി ഹാലത്ത്, അതിന്റെ അവസ്ഥ, യഹ്തി, ഇതായിരുന്നു. എന്ത്? അപ്പൊ ആസ്മാൻ മേ ഉഡ്ഹീ നഹീ സക്തേ, ഇപ്പോൾ അതിന് ആകാശത്ത് പറക്കാൻ തന്നെ സാധിക്കുന്നില്ല. കണ്ടോ, ഇപ്പൊ അതിന്റെ അവസ്ഥ അങ്ങനായി മാറി. തൂവല് മുഴുവൻ അങ്ങനെ കൊടുത്ത് തീർന്നു. ഇപ്പൊ അതിന് ആകാശത്ത് എന്തില്ല, പറക്കാൻ സാധിക്കുന്നില്ല. അതാ പറയും ഉസ്കി ഹാലത്ത്, അതിന്റെ അവസ്ഥ, യഹ്തി, ഇതായിരുന്നു. കി എന്തേ, കി എന്തെന്നാൽ, കാക്ക ഇടതു വശത്തേക്ക് വള്ളിട്ടാൽ എന്തെന്നാൽ എന്നർത്ഥം. കി എന്തെന്നാൽ, ഇടതു വശത്തേക്ക് വള്ളി, ലെഫ്റ്റ് സൈഡിന് വള്ളിട്ടാൽ എന്തെന്നാൽ, മനസ്സിലാ? കി യോജക ശബ്ദം എന്ന് പറയുന്നത്. യോജക ശബ്ദം എന്താ? ഈ യോജക ശബ്ദം രണ്ട് വാക്യങ്ങളെ തമ്മിൽ ബന്ധിക്കുന്ന വാക്കാണ്. രണ്ട് സെന്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കുകൾക്കാണ് യോജക ശബ്ദം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഉസ്കി ഹാലത്തെത്തി, അതിന്റെ അവസ്ഥ ഇതായിരുന്നു. എന്തെന്നാൽ അബ് വഹ് ആസ്മാൻ മേ, ഇപ്പോൾ അത് ആകാശത്ത്, ഉഡ്ഹീനേശത്ത, പറക്കാൻ പോലും സാധിച്ചിരുന്നില്ല അതിന്. വഹ് സിർഫ് യക്ക് പേട് സെ ഉടുക്ക, അത് കേവലം, സിർഫ് എന്ന് പറഞ്ഞാൽ മാത്രം, കേവലം, വള്ളി. വഹ് സിർഫ്, അത് കേവലം, ഏക്ക് പേട് സെ ഉടുക്ക, ഒരു മരത്തുനിന്ന് പറന്നിട്ട് ദൂസരെ പേട് തക്ക് പഹുഞ്ചി പാത്താം, മറ്റൊരു മരം വരെ എത്തുന്നുള്ളൂ. അതായത് കുറെ പറഞ്ഞിരുന്ന പക്ഷി ഇപ്പൊ എന്ത് ചെയ്യണേ, ഒരു മരം കണ്ടാല് ആ മരത്തുമ്പോ ഇരുന്നിട്ട് ആ മരത്തിൽ നിന്നാണ് പറന്നാല് പിന്നെ അടുത്ത മരത്തുമ്പോ പോയിരിക്കുന്നു. കൂടുതൽ നേരം പറക്കാൻ സാധിക്കുന്നില്ല. അതാണ് പറഞ്ഞ വഹ് സിർഫ്, അത് ഇത്രമാത്രം, അല്ലെങ്കിൽ കേവലം, ഏക്ക് പേട് സെ ഉടുക്കർ, ഒരു മരത്തിൽ നിന്ന് എണീച്ചിട്ട്, അല്ല പറന്നിട്ട്, ഒരു മരത്തിൽ നിന്ന് പറന്നിട്ട് ദൂസരെ പേടത്തേക്ക് പോയിട്ട് മറ്റൊരു വൃക്ഷം വരെ എത്തുന്നു. ധീരെ ധീരെ ഉസ്കി ശക്തി ബി, ക്രമേണ, ധീരെ ധീരെ, മെല്ലെ മെല്ലെ, ഉസ്കി യഹ് ശക്തി ബി, അതിന്റെ ഈ ശക്തിയും കമ്മോത്തികയും കുറഞ്ഞു. ഇങ്ങനെ പറക്കണ ആ ശക്തിയും കുറഞ്ഞു. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറക്കണ ശക്തി ഉണ്ടല്ലോ, അതും ക്രമേണ കുറഞ്ഞു. ധീരെ ധീരെ, മെല്ലെ മെല്ലെ, കം ഹോത്തി, കുറഞ്ഞുപോയി. और एक समय वो आया, പിന്നെ അങ്ങനത്തെ ഒരു സമയം വന്നു. ഏക്ക് സമയം वो आया, അങ്ങനത്തെ ഒരു സമയം വന്നു. എങ്ങനത്തെ? ജബ് വടി മുഷ്കിൽ സെ,
വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പേടിക്ക് ഡാൽസെ മരത്തിന്റെ ഒരു ചില്ലയിൽ നിന്ന് ദൂസരി ഡാൽപ്പർ മറ്റേ ചില്ലയിലേക്ക് ചൽക്കർ നടന്നിട്ട് ഒരു ചില്ലമെന്ന് മറ്റേ ചില്ലമക്ക് മെല്ലെ ചാടിക്കളി മെല്ലെ നടന്നിട്ടോ കുതുക്കർ കണ്ടോ മെല്ലെ മെല്ലെ ചാടിയിട്ട് പൗഞ്ചിത്ത എത്തുന്നു. ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ആദ്യം നല്ല ഉയരത്തിൽ പറഞ്ഞ പക്ഷികളായിരുന്നു. അപ്പൊ ഉയരത്തിൽ പോയിട്ട് കുറച്ചുകൂടെ പറക്കുമ്പോത്തിന് കിതച്ച് മറ്റ് മരത്തിന്റെ മേലെ പറമ്പലോ ഒക്കെ ഇരിക്കുന്നു. അപ്പൊ അത് വിട്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്യണേ, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിൽ നമുക്ക് പറക്കാനേ സാധിക്കുന്നുള്ളൂ. 13 വിട്ടു, പറ്റ കുറഞ്ഞു. ഒരു മരത്തിന്റെ ഒരു ചില്ലയിൽ നിന്ന് ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ഇങ്ങനെ ചാടിയിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. ലേക്കിൻ എന്നാൽ ദീമക ഗാനക്ക ഷൗക്കിനെയും ചൂട്ടാ, പക്ഷെ ചിതല് തിന്നാനുള്ള താല്പര്യം ഉണ്ടോ, അത് എന്നിട്ടും വിട്ടുപോയിട്ടില്ല. ലേക്കിൻ ചൂട്ട വിട്ടുപോയിട്ടില്ല. എന്താണെങ്കിലും ശരി, തൂവല് പോയാലും വേണ്ടില്ല, ചിതല് തിന്നണം. ആ ചിതല് തിന്നാനുള്ള ആ ശീലം ഉണ്ടല്ലോ, അത് വിട്ടുപോയിട്ടില്ല. ഓക്കെ, ഒന്നും കൂടി നോക്കിയാ പേര ലാസ്റ്റ്. ഫിർ ഉസ്നെ സ്വച്ഛ, പിന്നെ അത് ചിന്തിച്ചു. ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസൂൽ ഹെ, ആകാശത്ത് പറക്കല് വെറുതെ, ഫിസൂൽ ഹെ, യാതൊരു ഉപയോഗമില്ല അതുകൊണ്ട് വെറുതെ. വഹ് മൂർഖോക്ക കാമേ, അത് വിഡ്ഢികളുടെ ജോലിയാണ്. ആകാശത്ത് പറക്കാൻ പറഞ്ഞാൽ വിഡ്ഢികളുടെ ജോലിയാണ്. അത് ആര് ചിന്തിക്കണേ, നമ്മളെ പക്ഷി ചിന്തിക്കണേ. ഹാലത്ത് എത്തി, അവന്റെ അവസ്ഥ ഇതായിരുന്നു. അപ്പൊ ആസ്മാൻമേ ഉഡ്ഹീനഹീം ശക്തത, ഇപ്പൊ ആകാശത്തന്നെ പറക്കാൻ പോലും സാധിച്ചിരുന്നില്ല. സിർഫിയക്ക് പേട് സേ കൊടുക്കൽ, ഇത് കേവലം ഒരു മരത്തിൽ നിന്ന് പറന്നിട്ട് ദൂസരെ പേട് തക്ക് പൗഞ്ച് പാത്ത, മറ്റൊരു മരം വരെ എത്തുന്നു. ഒരു മരത്തിൽ നിന്ന് പറന്നിട്ട് മറ്റൊരു മരത്തിൽ വരെ എപ്പോൾ എത്തുന്നു. എന്നിട്ടോ ധീരെ മെല്ലെ അല്ലെങ്കിൽ ക്രമേണ ഉസ്കിയ ശക്തി വി കമ്പനി, അവന്റെ ഈ ശക്തിയും കുറഞ്ഞു. ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിൽ നമുക്ക് പറക്കാനുള്ള ആ ശക്തിയും കാമോത്തികയും കുറഞ്ഞു പോയി. ഓർ ഏക് സമയ ആയ, അങ്ങനെ ഒരു സമയം വന്നു. ജബ് ബഡി മുഷ്കിൽ സെ, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, വളരെ എന്താ പറയാ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട്, പേടിക്ക് ഡാൽ സെ ലഗി ഹുയി, മരത്തിൽ നിന്നുള്ള ദൂസരി ഡാൽപ്പർ, മരത്തിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് മറ്റൊരു ശാഖയിലേക്ക് ചൽക്കർ നടന്നിട്ട്, അല്ലെങ്കിൽ ഫുദക്കർ ഇങ്ങനെ ചാടിയിട്ട് മെല്ലെ ഫുദക്കർ ചാടിയിട്ട് പൗഞ്ചിത്ത എത്തുന്നു. ലേക്കിൻ ദീമക് ഗാനക്ക ഷൗക്കിനെ ഹിഞ്ചുട്ടാം, എന്നാൽ ചിതല് തിന്നാനുള്ള താല്പര്യം അതിലൊട്ടും കുറഞ്ഞില്ല, അല്ലെങ്കിൽ വിട്ടുപോയില്ല. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയോളൂ. എന്തെങ്കിലും അതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ